അപ്പൊ ആദ്യഘട്ടങ്ങളിൽ നമ്മളെ താഴത്തുള്ള ഇലകളിൽ മഞ്ഞളിപ്പ്, ഇപ്പോൾ വാഴൻ്റെ ഇലയിലൊക്കെ താഴത്തുള്ള ഇലകളിൽ മഞ്ഞളിപ്പ് കാണാം. അതേപോലെ ഫുഡ് പ്ലാന്റ് കൃഷി ചെയ്യുന്നുണ്ട്, അതിലൊക്കെ താഴത്തുള്ള ഇലകളിൽ മഞ്ഞളിപ്പ് കാണുന്ന ടൈമിൽ തന്നെ നമ്മൾ അത് തടയാൻ വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മളെ മഴക്കാലം കഴിഞ്ഞല്ലോ. വെച്ചാൽ മഴക്കാലം ഒന്ന് മാറി നിൽക്കുന്ന ടൈം. ഈ ഒരു ടൈമിൽ നമ്മൾ വീട്ടിൽ കൃഷി ചെയ്യുന്നവർ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പലരും എന്നോട് വാട്സാപ്പിലും അതേപോലെ കമൻറ്റ് രൂപത്തിലൊക്കെ പറയുന്നതാണ്, ഇപ്പോൾ ചെടിയിലെ ഇലകളൊക്കെ മഞ്ഞളിച്ച് പോകുന്നു, അതേപോലെ ചെടീൻ്റെ മൂട് ചീഞ്ഞു പോകുന്നു, ചെടികൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നു, പുതിയ ശിഖരങ്ങളൊന്നും വരുന്നില്ല, കീടശല്യം നല്ല രീതിയിൽ വരുന്നു. അപ്പോൾ ഈ മഴക്കാലത്തിന് ശേഷം ഇങ്ങനെയൊക്കെ ചെടിയിൽ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിനുള്ള പരിഹാരം എന്തൊക്കെയാണ് എന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് സെപ്റ്റംബർ മാസമായി. വെച്ചാൽ ഈ വർഷം നമുക്ക് നല്ല രീതിയിൽ തന്നെ മഴ കിട്ടിയിട്ടുണ്ട്. ഇപ്പം മഴക്കൊന്ന് കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളെ കൃഷിയിൽ പലരും നേരിടുന്ന വിഷയങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇലകളിൽ നല്ല രീതിയിൽ മഞ്ഞളിപ്പ് വരും, അതേപോലെ മൂട് ചീഞ്ഞു പോകും. ഇപ്പം നമ്മൾ വീട്ടിൽ തെങ്ങ് കൃഷിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ, തെങ്ങൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും മൊച്ചിങ്ങൊക്കെ കൊഴിഞ്ഞു പോകുന്നു, പുതിയ കൂമ്പ് വരാതിരിക്കുക. ഇപ്പോൾ വാഴ കൃഷി ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വാഴൻ്റെ ഇല മഞ്ഞളിച്ച് പോകും. അതേപോലെ പച്ചക്കറി കൃഷി ആണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ തക്കാളി ആയിക്കോട്ടെ, ഏത് തരം പച്ചക്കറി കൃഷി ആണെന്നുണ്ടെങ്കിൽ, ഫ്രൂട്ട്സ് പ്ലാന്റ് കൃഷി ആണെന്നുണ്ടെങ്കിൽ, ഇതിലൊക്കെ നേരിടുന്നതാണ് ഇലകളിൽ മഞ്ഞളിപ്പ് വരും. അപ്പോൾ ആദ്യഘട്ടങ്ങളിൽ താഴത്തെ ഇലകളൊക്കെ ആയിരിക്കും മഞ്ഞളിപ്പ് വരും, പിന്നീട് അതിൻ്റെ തളിരില വരുന്നതൊക്കെ മഞ്ഞളിച്ച് പോകും. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ മണ്ണിലൂടെ വരുന്ന കീടശല്യം നല്ല രീതിയിൽ വർദ്ധിക്കുന്നു. അതേപോലെ ചെടികളെ മൂട് ചീഞ്ഞു പോവുക, ചെടികൾ ഇങ്ങനെ സ്റ്റക്കായിട്ട് ഒരു വളർച്ചയില്ലാതെ നിൽക്കുക, ഇങ്ങനെയൊക്കെ കാണാം നമ്മളെ ഈ മഴക്കാലത്തിന് ശേഷം ചെടികളിൽ. അപ്പോൾ പലരും പറയുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരാനുള്ള കാരണം എന്താണ്? കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതിന്റെ മുന്നേ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളെ മണ്ണിലെ മേൽമണ്ണിലാണ് പോഷകങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ശക്തമായിട്ട് മഴ പെയ്യുന്ന ടൈമിൽ നമ്മളെ മണ്ണിലുള്ള പോഷകങ്ങളൊക്കെ ഒലിച്ചു പോകും. അപ്പോൾ നമ്മളെ മണ്ണിൽ ജൈവാംശം തീരെ ഉണ്ടാവില്ല. അതേപോലെ തന്നെ സൂക്ഷ്മജീവ, നമുക്ക് ഗുണം ചെയ്യുന്ന സൂക്ഷ്മജീവാണുക്കളെ എണ്ണത്തിൽ നല്ല രീതിയിൽ കുറവ് വരും. അപ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് നടക്കും കേട്ടോ. വെച്ചാൽ നമുക്ക് ഗുണം ചെയ്യുന്ന സൂക്ഷ്മജീവാണുക്കളുടെ എണ്ണത്തിൽ നല്ല രീതിയിൽ കുറവ് വരുമ്പോൾ നമുക്ക് ദോഷം ചെയ്യുന്ന സൂക്ഷ്മജീവാണുക്കൾക്ക് വർദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് അവിടെ വരികയാണ്. അപ്പോൾ നമുക്ക് കൃഷിക്ക് ദോഷം ചെയ്യുന്ന സൂക്ഷ്മജീവാണുക്കൾ നല്ല രീതിയിൽ വർദ്ധിക്കും. അപ്പോൾ അങ്ങനെ വർദ്ധിക്കുന്നതിലൂടെ എന്താ സംഭവിക്കുക, നമ്മളെ മണ്ണിലൂടെ വരുന്ന രോഗങ്ങൾ നല്ല രീതിയിൽ വർദ്ധിക്കും. അപ്പോൾ ആ ഒരു ടൈമിലാണ് നമ്മളെ ചെടികൾ സ്റ്റക്കായിട്ട് നിൽക്കുക, അതേപോലെ മൂട് ചീഞ്ഞു പോകൊക്കെ വരിക. അതുപോലെ ഈ പോഷകങ്ങളൊക്കെ ഒലിച്ചു പോയി കഴിഞ്ഞാലാണ് ഈ ചെടികളിലെ ഇലകളിൽ മഞ്ഞളിപ്പ് വരിക. കാരണം ചെടികൾക്ക് പോഷകങ്ങളൊന്നും വലിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു ടൈമിലാണ് ആദ്യഘട്ടങ്ങളിൽ നമ്മൾ അടിയിലയിലാണ് മഞ്ഞളിപ്പൊക്കെ വരിക. പിന്നീട് നമ്മളെ തളിരിലയിലേക്ക് മഞ്ഞളിപ്പ് വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് രൂക്ഷമാണ്. അപ്പോൾ ആദ്യഘട്ടങ്ങളിൽ നമ്മളെ താഴത്തുള്ള ഇലകളിൽ മഞ്ഞളിപ്പ്, ഇപ്പോൾ വാഴൻ്റെ ഇലയിലൊക്കെ താഴത്തുള്ള ഇലകളിൽ മഞ്ഞളിപ്പ് കാണാം. അതേപോലെ ഫുഡ് പ്ലാന്റ് കൃഷി ചെയ്യുന്നുണ്ട്, അതിലൊക്കെ താഴത്തുള്ള ഇലകളിൽ മഞ്ഞളിപ്പ് കാണുന്ന ടൈമിൽ തന്നെ നമ്മൾ അത് തടയാൻ വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് തളിരിലയിൽ കൂടി വന്നു കഴിഞ്ഞാൽ ആ ചെടി പിന്നെ നശിച്ചു പോകാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മളെ മണ്ണിലുള്ള ജൈവാംശം നഷ്ടപ്പെടുന്നതിലൂടെ നമ്മളെ മണ്ണിൽ വെള്ളം പിടിച്ചെടുക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുകയാണ് ചെയ്യുക. അപ്പോൾ ചെടികൾക്ക് കറക്റ്റായിട്ട് നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാലും ആ ഒരു ടൈമിൽ ചെടികൾക്ക് കറക്റ്റായിട്ട് വെള്ളം ആവശ്യത്തിന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തൊരവസ്ഥ കൂടി വരും കേട്ടോ. ഇനി അടുത്തൊരു കാരണം എന്ന് പറഞ്ഞാൽ, നമ്മളെ മണ്ണിലുള്ള പോഷകങ്ങളും ജൈവാംശമൊക്കെ നഷ്ടപ്പെടുമ്പോൾ അവിടെ വർദ്ധിക്കുന്ന രണ്ട് സാധനങ്ങളുണ്ട്. വെച്ചാൽ അലുമിനിയം അതേപോലെ തന്നെ അയണും നല്ല രീതിയിൽ വർദ്ധിക്കും, ആ കണ്ടന്റ് നല്ല രീതിയിൽ വർദ്ധിക്കും. അപ്പോൾ അതൊരു വിഷാംശമാണ്. വെച്ചാൽ കൂടിക്കഴിഞ്ഞാലും നമുക്ക് മണ്ണിനും അതേപോലെ ചെടിക്കൊക്കെ നമുക്ക് അത് ദോഷമാണ്. അപ്പോൾ ഇത് മഴക്കാലത്താണ് ഇത് കൂടുതലായിട്ട് ഇങ്ങനെ സംഭവിക്കുക. അപ്പോൾ നമ്മളെ ചെടികൾക്ക് വേണം, വെച്ചാൽ നമ്മളെ മണ്ണിലെ എല്ലാ മൂലകങ്ങളും വേണം, പക്ഷെ എന്തും അമിതമായി കഴിഞ്ഞാൽ അത് ദോഷമാണ് കേട്ടോ. ഇനി അടുത്തൊരു കാരണം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ സെപ്റ്റംബർ ടു ഒരു ഫെബ്രുവരി മാസം വരെയാണ് നമ്മൾ കൃഷി ചെയ്യാനുള്ള ഒരു നല്ലൊരു ടൈം. അതുവെച്ചാൽ നമ്മളിപ്പോൾ ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ നമ്മൾ നട്ടാന്നുണ്ടെങ്കിൽ നമ്മളിതൊക്കെ വെക്കുന്ന ഒരു നല്ലൊരു ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ സെപ്റ്റംബർ മുതൽ ഒരു ഫെബ്രുവരി മാസം വരെ ആ ഒരു ടൈമിൽ വെച്ച് കഴിഞ്ഞാൽ ചെടികൾ നല്ല രീതിയിൽ വളർച്ച കിട്ടും, നമുക്ക് കായ്ഫലം കിട്ടാനൊക്കെ ചാൻസ് കൂടുതലാണ്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒട്ടുമിക്ക ഫ്രൂട്ട് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ഏത് കൃഷിയിലാണെന്നുണ്ടെങ്കിൽ അധികം നമുക്കൊരു പൂക്കാനും കായ്ഫലം കിട്ടുന്ന ഒരു ടൈം എന്ന് പറഞ്ഞാലും ഈ സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള ഒരു ടൈമാണ്. അപ്പോൾ ഈ മഴക്കാലം കഴിയുന്ന ടൈമിൽ എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ മണ്ണിൽ തീരെ പോഷകങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ പോഷകങ്ങൾ ഇല്ലാത്ത ഒരു ടൈമിൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ വളങ്ങൾ കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ കറക്റ്റ് പരിഹരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കായ്ക്കാനായിട്ടുള്ള ഒരു ചെടിയാണെന്നുണ്ടെങ്കിൽ ആ ചെടി പൂക്കൂല, അതിൽ നിന്ന് നമുക്ക് കായ്ഫലം കിട്ടൂല. അപ്പോൾ പലരും പറയുന്നതാണ്, ഇപ്പോൾ കായ്ക്കാനുള്ള പ്രായമായി പക്ഷെ നമ്മൾ കറക്റ്റായിട്ടുള്ള കായ്ഫലം കിട്ടുന്നില്ല, അത് പൂക്കുന്നില്ല എന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ കാരണം ഇതാണ്. കാരണം അതിന് കറക്റ്റ് ടൈമിൽ, ഇപ്പോൾ കായ്ക്കാനുള്ള സ്റ്റേജിൽ കറക്റ്റ് കിട്ടേണ്ട വളങ്ങൾ അതിന് കറക്റ്റ് ടൈമിൽ കിട്ടുന്നില്ല. കാരണം നമ്മളത് മനസ്സിലാക്കുന്നില്ല. കാരണം മണ്ണിൽ നമ്മൾ നട്ടതാണ്, മഴക്കാലം കഴിഞ്ഞ് നമ്മളെ ഇലകളിൽ, ഇപ്പൊ ചിലർ പറയുന്നതാണ്, ഞാൻ ഇലകളിൽ വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ടല്ലോ, മണ്ണിലെല്ലാം ഇട്ട് കൊടുക്കാത്തതെന്നാണ്. അപ്പൊ ഇലകളിൽ മാത്രം നമ്മൾ വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുത്തത് കൊണ്ട് കാര്യമില്ല. കാരണം ഞാൻ ഇതിന്റെ മുന്നേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്,
നമ്മളിപ്പോൾ ജൈവവളം അടിവളമായിട്ട് ഇട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അത് സ്ലോ ആയിട്ടാണ് ചെടികൾ വലിച്ചെടുക്കുക. ചെടികൾക്ക് ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് ചെടികൾ ആ വളങ്ങൾ കുറച്ച് കാലത്ത് ഇപ്പോൾ ഇന്ന് നമ്മൾ അടിവളം ഇട്ട് കൊടുത്താൽ ഒരു 3 മാസത്തിനൊക്കെ നമ്മളെ മണ്ണിൽ ആ ജൈവാംശം നിലനിൽക്കും. അപ്പോൾ ആ ചെടികൾക്ക് സ്ലോ ആയിട്ടാണ് വലിച്ചെടുക്കുക, ആവശ്യത്തിനനുസരിച്ചിട്ടാണ് വലിച്ചെടുക്കുക. നമ്മൾ ഇലകളിൽ വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ സ്പോട്ടിൽ മാത്രമേ ആ ചെടികൾക്ക് അത് കിട്ടുന്നുള്ളൂ. കാരണം നമ്മളിപ്പോൾ രാവിലെ ഇത് ഇലകളിൽ ഇപ്പോൾ NPK ആണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത് വെച്ചാൽ നൈട്രജന്, ഫോസ്ഫറസ്, പൊട്ടാസ്യം 19 നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ കിട്ടേണ്ട വളങ്ങൾ മാത്രമേ ചെടിക്ക് കിട്ടുന്നുള്ളൂ. പിന്നീടും ചെടിക്ക് വളങ്ങൾ വേണം. അപ്പോൾ സ്ലോ ആയിട്ട് ചെടികൾക്ക് വലിച്ചെടുക്കാൻ വേണ്ടി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ മണ്ണിൽ തന്നെ ജൈവ വളങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കണം. അതിന്റെ കൂടാണ് നമ്മൾ ഇലകളിൽ വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. അല്ലാതെ ഇലകളിൽ വളങ്ങൾ സ്പ്രേ ചെയ്ത് ഇപ്പോൾ മാസത്തിൽ ഒരു തവണ മാത്രം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തത് കൊണ്ട് മാത്രം നമുക്കൊരു കൃഷിയിൽ നമുക്ക് കറക്റ്റായിട്ട് ചെടികൾ വളർച്ചയിലേക്ക് എത്തിക്കാനോ അല്ലെങ്കിൽ അതിന് കായ്ഫലം കിട്ടാനോ നമുക്ക് സാധിക്കില്ല. ഇനി നമ്മൾ മഴക്കാലത്തിന് ശേഷം നമ്മൾ കൃഷിയിൽ നേരിടുന്ന ഈ വിഷയങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് പരിഹരിക്കുക എന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ മണ്ണിനെ പരിപോഷിപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ എങ്ങനെ നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കുമ്മായിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അതിൻ്റെ മുന്നേ അതിനായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. മഴക്കാലത്തിന് ശേഷം നമ്മൾ മണ്ണ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, എത്ര അളവിലാണ് എടുക്കേണ്ടതെന്നൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുമ്മായിട്ടിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഡോളോമേറ്റ് ഇട്ടിട്ടോ മണ്ണിനെ ആദ്യം ഒന്ന് നമ്മൾ പരിപോഷിപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കുമ്മായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ മണ്ണിനെ ന്യൂട്രലൈസ് ചെയ്യാനും അതേപോലെ തന്നെ ചെടികൾക്ക് കിട്ടേണ്ട കാൽസ്യം കറക്റ്റായിട്ട് ചെടികൾക്ക് കിട്ടും. അതേപോലെ നമുക്ക് ഡോളോമേറ്റ് ഇട്ടിട്ടും നമുക്ക് മണ്ണ് ട്രീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ കുമ്മായിട്ടിട്ട് ട്രീറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ 15 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വളങ്ങൾ കൊടുക്കണം. ജൈവ വളങ്ങളാണ് അപ്പോൾ കൊടുക്കേണ്ടത് കേട്ടോ, മണ്ണിലിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ജൈവ വളങ്ങൾ എന്തൊക്കെയാണ് ഇട്ട് കൊടുക്കേണ്ടതെന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ജൈവ വളങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ ആഡ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മളെ പിണ്ണാക്ക് വളങ്ങൾ കേട്ടോ. കാരണം പിണ്ണാക്ക് വളങ്ങൾ നമ്മൾ പൊടിപ്പിച്ച് ഇപ്പോൾ 8 കൂട്ടം പിണ്ണാക്കുണ്ട്. ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 3 രീതിയിലുള്ള പിണ്ണാക്കുണ്ടല്ലോ, കടല പിണ്ണാക്ക്, അതേപോലെ തന്നെ തേങ്ങാ പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്. ഇത് 3ഉം കൂടി പൊടിച്ചിട്ടുള്ളത് നമ്മൾ ജൈവ വളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെ മണ്ണിൽ ജൈവാംശം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, സൂക്ഷ്മജീവികൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ മണ്ണിലൂടെ വരുന്ന കീടങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ പിണ്ണാക്ക് വളങ്ങൾ ഇട്ട് കൊടുക്കുന്നതിലൂടെ സാധിക്കും കേട്ടോ. അപ്പോൾ ഈ പിണ്ണാക്ക് വളത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് മറ്റു ജൈവ വളങ്ങളായിട്ടുള്ള ചാണകപ്പൊടിയോ ആട്ടിൻകാഷ്ടം, ഇനി അത് 3ഉം കൂടിയുള്ള 3 മിക്സ് ആണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചാണകപ്പൊടി, ആട്ടിൻകാഷ്ടം അതേപോലെ കോഴിക്കാഷ്ടമൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ടൈമാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ട്രൈക്കോഡർമ ചേർത്തിട്ടുള്ളത് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഒന്നും കൂടി പവർ കൂടാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൾച്ചർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മളെ സൂപ്പർ മീൽ ഉണ്ടല്ലോ, ഇപ്പോൾ ഈ പിണ്ണാക്ക് വളങ്ങളൊക്കെ നമ്മൾ പൊടിച്ച് കൂട്ടുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ എല്ലുപൊടി അതേപോലെ നമ്മളെ ബയോ പൊട്ടാഷൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ മീൽ വാങ്ങിയാലും മതി. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെടികളെ ചുവട്ടിൽ അടിവളമായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ വലിയ ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു 4 വർഷം 5 വർഷമായ മാവൊക്കെയാണ് മണ്ണിൽ നട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടാകായിട്ട് ഇപ്പോൾ ചാണകപ്പൊടി ഒഴിച്ചിട്ട് ബാക്കി ഈ സൂപ്പർ മീലെല്ലാം കൂടി മിക്സ് ചെയ്തത് ഒരു 2 കിലോന് നമുക്ക് ഉപയോഗിക്കാം. അത് ചില നമ്മളെ പിണ്ണാക്ക് വളം സൂപ്പർ മീൽ എല്ലാം കൂടി മിക്സ് ചെയ്തത് ഒരു 2 കിലോന് എടുത്ത് നമുക്ക് എടുക്കാം. അതേപോലെ ഒരു 5 കിലോ വരെ നമുക്ക് ചാണകപ്പൊടി, ഇത് 3 മിക്സ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് അടിവളമായിട്ട് ഇട്ട് കൊടുക്കാം. പക്ഷെ നമ്മൾ ഏത് വളങ്ങൾ നമ്മൾ കൊടുക്കുന്ന ടൈമിൽ, ഇപ്പോൾ കുമ്മായ ഇട്ട് കൊടുക്കുന്ന ടൈമാണെന്നുണ്ടെങ്കിൽ ഏത് വളങ്ങൾ ഇട്ട് കൊടുക്കുന്ന ടൈമിലും നമ്മളെ മണ്ണിൽ ഈർപ്പം നിലനിർത്തണം കേട്ടോ. കാരണം ഈർപ്പുണ്ടായാൽ മാത്രം നമ്മൾ ഇട്ട് കൊടുക്കുന്നതൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ഗുണത്തിലേക്ക് വരുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി പലരും ചോദിക്കുന്നതാണ് ഈ വളങ്ങൾ ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഒരു അളവ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അളവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെറിയൊരു ഗ്രോ ബാഗിലൊക്കെയാണ് നമ്മളെ പോട്ടിലൊക്കെയാണ് നട്ടതെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മളൊരു 200 ഗ്രാമിൻ്റെ അടുത്തൊക്കെ ഈ വളം അതേപോലെ അതിൻ്റെ കൂടെ ചാണകപ്പൊടി 2 പിടി ചാണകപ്പൊടി ആ രൂപത്തിലൊക്കെ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ മണ്ണിൽ വെച്ചിട്ടുള്ള വലിയ ചെടിക്ക് ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ടുള്ള മാവിനൊക്കെ ഉള്ള ഒരു കണക്കാണ് ഞാൻ ഈ പറഞ്ഞത്. 2 കിലോ ഈ വളങ്ങളെല്ലാം കൂടി മിക്സ് ചെയ്തതും അതേപോലെ തന്നെ ഒരു 5 കിലോൻ്റെ അടുത്ത് ചാണകപ്പൊടി മിക്സ് ചെയ്തതും എല്ലാം കൂടി കൂടിയിട്ട് നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുത്താൽ മതി എന്നുള്ളത്. പിന്നെ അടുത്തത് പലരും ചോദിക്കുന്നതാണ് ഇന്ന പ്ലാന്റിന് എന്ത് വളമാണ് കൊടുക്കേണ്ടത്. ചിലപ്പോൾ ചിലർ ചോദിക്കും അത്തിക്ക് എന്ത് വളമാണ് കൊടുക്കേണ്ടത് കായ്ക്കാൻ, ഇതിനെന്ത് വളം. അപ്പോൾ എല്ലാ ചെടിക്കും നമ്മൾ കൊടുക്കേണ്ട വളം ഏകദേശം ഈ ഒരു രൂപത്തിൽ തന്നെ. പിന്നീട് അതിൻ്റെ കായ്ക്കാനുള്ള ഒരു സ്റ്റേജിനനുസരിച്ചിട്ടൊക്കെയാണ് അതിന് ഏതിൻ്റെ കുറവാണുള്ളത്, അതിനനുസരിച്ചിട്ടൊക്കെയാണ് നമ്മൾ കൊടുക്കുന്ന ആ വളങ്ങളിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തുക. ഇപ്പോൾ പൊട്ടാസ്യം ആണ് കൂടുതൽ കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ പൊട്ടാസ്യം കൂടുതൽ കൊടുക്കും, ഫോസ്ഫറസ് ആണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ആ രൂപത്തിൽ കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ഇതിൽ വളം കൊടുക്കുന്ന അളവുകളിലും അതേപോലെ വളങ്ങളിലും നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടത് കേട്ടോ. ഇപ്പോൾ മഴക്കാലത്തിന് ശേഷം നമ്മൾ ഇതേപോലെ ജൈവ വളങ്ങൾ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്യുന്ന വളങ്ങളുണ്ടല്ലോ,
അത് നമ്മൾ മാസത്തിൽ ഒരു തവണ വെച്ചിട്ട് 15 ദിവസം കൂടുമ്പോൾ നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്യുക. ജൈവവളങ്ങൾ നമ്മൾ ഇതിപ്പോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 2 മാസത്തിന് നമ്മൾ ജൈവവളങ്ങൾ മണ്ണിൽ ഇട്ട് കൊടുക്കണം. മറ്റു വളങ്ങളൊന്നും മണ്ണിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ജൈവ സ്ലറികളൊക്കെ നമ്മൾ വീട്ടിൽ എന്തെങ്കിലും സ്ലറികൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മണ്ണിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നീട് നമ്മൾ കായ്ക്കാനുള്ള സ്റ്റേജിൽ കൊടുക്കേണ്ട വളങ്ങളൊക്കെ എന്ന് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ SOP വളങ്ങൾ, സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്, അതേപോലെ പൊട്ടാഷ്യം നൈട്രേറ്റ്, ഇങ്ങനത്തെ വളങ്ങളൊക്കെ ആ ചെടിക്ക് ആ വളങ്ങൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതും മണ്ണിലിട്ട് കൊടുത്തതും തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. മണ്ണിൽ പിന്നീട് നമ്മളൊരു 2-2.5 മാസം കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ അടിവളങ്ങൾ കൊടുത്താൽ മതി. അതേപോലെ തന്നെ മഴക്കാലത്ത് നല്ല രീതിയിലുള്ള കീടശല്യം, ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ നമ്മളെ ചെടിയിൽ നല്ല രീതിയിൽ വരും. അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ട എങ്ങനെയാണ്, ഞാൻ ഇതിൻ്റെ മുന്നേ വീഡിയോയിലൊക്കെ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ കീടനാശിനിയാണ് നമ്മൾ സ്പ്രേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജൈവ രൂപത്തിൽ കൊടുക്കുന്നതാണ് നല്ലത്. പക്ഷേ ജൈവ രൂപത്തിൽ പല രീതിയിൽ നമുക്ക് കീടനാശിനി കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഒരു ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ആ ജൈവ രൂപത്തിലുള്ള, ഇപ്പോൾ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതമാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ കറക്റ്റായിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. മേൽഭാഗത്തും അടിഭാഗത്തും ചുവട്ടിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിനിപ്പോൾ കീടശല്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളെ കറക്റ്റായിട്ട് നമ്മൾ കൊടുത്തു പോകുന്നുണ്ട്. നമ്മളെ ചെടിയിൽ കാര്യമായിട്ടുള്ള കീടശല്യമൊന്നും വരില്ല. പിന്നെ ഇലകളിലൊക്കെ നല്ല രീതിയിൽ മറ്റേ കീടശല്യം വന്നതാണ്, ചില കറുത്ത ഡോട്ടുകൾ അങ്ങനത്തെ കുമിൾ രോഗങ്ങളൊക്കെ വന്നതാണെന്നുണ്ടെങ്കിൽ നമ്മളതൊന്ന് കമ്പൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കുക. ഈ കീടനാശിനി നമ്മൾ സ്പ്രേ ചെയ്യുന്നതിലൂടെ തന്നെ നമ്മൾ കമ്പുകളൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കുക. അപ്പോൾ പുതിയ ശിഖരങ്ങൾ വരും. മറ്റേ നമ്മൾ വന്ന ഇല നമുക്ക് ഒരിക്കലും നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റില്ല. ചില ഇലകളിൽ ഇപ്പോൾ പാടുകളൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര കീടനാശിനി സ്പ്രേ ചെയ്ത് കൊടുത്താലും ആ ഇലകളിൽ പിന്നെ കളറ് മാറ്റാനൊന്നും പറ്റൂല. പുതിയ ശിഖരത്തിലേക്ക് നമുക്ക് ബാധിക്കാതെ നമുക്ക് സംരക്ഷിച്ച് നിർത്താനേ പറ്റുള്ളൂ. അതേപോലെ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വരാതിരിക്കാനും അതേപോലെ വന്നത് പരിഹരിക്കാനൊക്കെ നമുക്ക് ജൈവ രൂപത്തിലുള്ള സൂഡോമോണസ് തന്നെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. മാസത്തിൽ ഒരു തവണ ഒരു 20 ഗ്രാം സൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വൈകുന്നേരങ്ങളിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മളെ ഇലകളിൽ മറ്റു വളങ്ങളൊന്നും കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിൽ തന്നെ സൂഡോമോണസ് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ മറ്റു വളങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളൊരു ഗ്യാപ്പ് ഇടേണ്ടത് സൂഡോമോണസ് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് സാഫ് രാസരൂപത്തിലേക്കാണെന്നുണ്ടെങ്കിൽ സാഫ് ഇതാക്കാം. പക്ഷേ സൂഡോമോണസ് നമ്മൾ കറക്റ്റ് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ മഴക്കാലത്തിന് ശേഷം നമ്മൾ ചെടികളിൽ വളങ്ങൾ ഇട്ട് കൊടുത്തിട്ടും അതേപോലെ ഇതേപോലെ സംരക്ഷിക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ ചെടികളിൽ ഇതേപോലത്തെ രോഗങ്ങൾ, ചില മഞ്ഞളിപ്പ്, മൂടി ചീയൽ, കീടശല്യം കൂടുതൽ, ഇങ്ങനത്തൊക്കെ നമുക്ക് തടയാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ ഈ കായ്ക്കുന്ന ഒരു സ്റ്റേജ് സെപ്റ്റംബർ ടു ഫെബ്രുവരിയുള്ള മാസത്തിൽ കായ്ക്കുന്ന ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കറക്റ്റായിട്ട് വളങ്ങളൊക്കെ കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കായ്ഫലം കിട്ടുന്നതുമാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്